ഇത് വേണമെങ്കിൽ ഈ ഒരു പൗഡർ വേണമെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. നമ്മൾ ഈ ഒരു സ്മെല്ല് എനിക്ക് മൈലാഞ്ചിയുടെ ഒക്കെ ഒരു സ്മെല്ലുണ്ട്. നല്ല കുഞ്ഞിരിക്കും കേട്ടോ ഫേസ്. ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കുറേ നാളായില്ലേ ലോങ് വീഡിയോസിൽ കണ്ടിട്ട്. ഞാനിപ്പോൾ കൂടുതലായിട്ടും ഷോർട്സ് ആണ് കേട്ടോ ചെയ്യണത്. ലോങ് വീഡിയോസ് ചെയ്യാനായിട്ട് ടൈം കിട്ടലില്ല കേട്ടോ. ഞാനിപ്പോൾ ഒരു വർക്കിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫേസ് കുറച്ച് ടാനൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പെട്ടെന്ന് മാറാൻ പറ്റിയൊരു പാക്ക് ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോണത് പൊമിഗ്രാനേറ്റിൻ്റെ ഒരു ഫേസ് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. ഇത് വെച്ചിട്ടുള്ള പാക്ക് ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചാണ്. എന്നാൽ പിന്നെ നമുക്ക് സമയം കളയേണ്ടത്, ഇതൊന്ന് വേഗം ഒന്ന് പാക്ക് ഒന്ന് റെഡിയാക്കിയിട്ട് വരാം. അപ്പോൾ ഈ ഒരു പൊമിഗ്രാനേറ്റിൻ്റെ പൗഡർ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. ഇതൊരു കോംബോ പാക്കായിട്ടായിരുന്നു. കുറച്ചധികം പൗഡേഴ്സ് ഉണ്ടായിരുന്നു, കുറേ പൗഡർ ഉണ്ടായിരുന്നു കേട്ടോ. ആലോവേര, പിന്നെ നീം, അങ്ങനെ ഒരുപാട് പൗഡേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഓരോന്നും ട്രൈ ചെയ്തിട്ടുണ്ട്, നേരത്തെ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഇതുവരെ ഞാൻ പൊമിഗ്രാനേറ്റിൻ്റെ പൗഡർ വെച്ചിട്ടുള്ള പാക്ക് ചെയ്തിട്ടില്ല. ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. എന്തായാലും പാച്ച് ടെസ്റ്റ് എന്തായാലും ചെയ്ത് നോക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യണതുകൊണ്ട് എന്തായാലും പാച്ച് ടെസ്റ്റ് എന്തായാലും ചെയ്യും കേട്ടോ. അപ്പം ഞാൻ എന്താ ഇപ്പോൾ ഒരു 2 സ്പൂണോളം വേറെ എന്തോ ഒരു സ്മെല്ല് പോലെ തോന്നുന്നു. ഓക്കെ, എന്തായാലും നമുക്ക് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. കൈ വെച്ച് തന്നെ ഞാനിപ്പോൾ മിക്സ് ചെയ്യുന്നതാണ്, ബ്രഷൊന്നും എടുക്കുന്നില്ല. സ്മെല്ല് എനിക്ക് മൈലാഞ്ചിയുടെ ഒക്കെ ഒരു സ്മെല്ലുണ്ടല്ലോ, ആ ഒരു സ്മെല്ലാണ് എനിക്ക് തോന്നുന്നത്. അയ്യോ, കൂടിപ്പോയി വെള്ളം. തന്നെ ഒഴിക്കട്ടെ. ഓക്കെ, ഇത് ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ കയ്യിലൊക്കെ ചെയ്ത് നോക്കാം. പക്ഷേ നമുക്ക് കുറച്ചും കൂടി റിസൾട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഭാഗത്തായിട്ട് നമ്മളിതൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഇത് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ വെച്ചിട്ട് നമുക്ക് വേറെ ഒരു കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ മാത്രം ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരു അരമണിക്കൂർ കഴിയട്ടെ. പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ ഒരു മിസ്റ്റേക്ക് പറഞ്ഞു കേട്ടോ. ഇത് പൊമിഗ്രാനേറ്റ് അല്ല, പൊമിഗ്രാനേറ്റിൻ്റെ പീലാണ് കേട്ടോ. പീലിൻ്റെ പൗഡറാണ്. അതാണ് ആ ഒരു സ്മെല്ല് അങ്ങനെ ഉള്ളത്. ഞാൻ ഓർത്തിട്ടോ പൊമിഗ്രാനേറ്റ് ആകുമ്പോൾ ആ ഒരു പിങ്ക് അല്ലെങ്കിൽ ആ ഒരു റെഡ് കളറാണല്ലേ വരേണ്ടത്. പക്ഷേ പൊമിഗ്രാനേറ്റ് അല്ല, അതിൻ്റെ പീലാണ് കേട്ടോ ഇത്. അതാണ് ഈ ഒരു കളർ വന്നേക്കണത്. ഇത് വേണമെങ്കിൽ ഈ ഒരു പൗഡർ വേണമെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. നമ്മൾ ഈ ഒരു മാതളനാരങ്ങ വാങ്ങുമ്പോൾ അതിൻ്റെ തൊലി എടുത്തിട്ട് ഡ്രൈ ആക്കിയിട്ട് നമുക്കതൊന്ന് ഗ്രൈൻഡ് ചെയ്ത് നല്ല ഫൈൻ പൗഡറാക്കി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതുള്ളൂ കേട്ടോ. എനിക്ക് വേറെ കുഴപ്പമൊന്നും തോന്നണില്ല. എന്നാലും കുറച്ച് നേരം കൂടി ഇരിക്കട്ടെ. ഒരു കുഴപ്പമൊന്നും വേറെ റിയാക്ഷനൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഫേസ് ഫുള്ളായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ കുറച്ച് തിക്കായിട്ടാണ് അപ്ലൈ ചെയ്തത്. എനിക്കിത് ഡ്രൈ ആവാനായിട്ട് ഒരു 20 മിനിറ്റ് വേണ്ടി വന്നു കേട്ടോ. ലൈറ്റായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ അധികം വേണ്ട, ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ ഡ്രൈ ആവും കിട്ടും കേട്ടോ. അപ്പോൾ അധികം ഓവർ ഡ്രൈ ആവേണ്ട, ഒരു സെമി ഡ്രൈ ആകുമ്പോൾ തന്നെ വാഷ് ഔട്ട് ചെയ്യണം കേട്ടോ. നല്ല എഫക്റ്റീവാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സത്യത്തിൽ എത്രയോ മാതളനാരങ്ങയുടെ തൊലികളാണ് ഞാൻ വെറുതെ കളഞ്ഞേക്കണത്. അതൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് ഇതേപോലെ തന്നെ ഗ്രൈൻഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇനി കിട്ടുമ്പോൾ നിങ്ങൾ ഇതേപോലെ നിങ്ങൾക്ക് ഇങ്ങനെ വാങ്ങാതെ വീട്ടിൽ തന്നെ നമുക്ക് മാതളനാരങ്ങ വാങ്ങുമല്ലോ, അപ്പോൾ അത് പൊടിച്ചിട്ട് ഇങ്ങനെ യൂസ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ 20 മിനിറ്റിന് ശേഷം വാഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്യാമറയിൽ കൂടി കാണാൻ പറ്റുമെന്ന് വിചാരിക്കണം കേട്ടോ. ഞാനപ്പോൾ കഴുത്തിൽ ഇടാഞ്ഞാണ്, കാരണം ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കഴുത്തിൽ ഇടാഞ്ഞത്. കണ്ടോ, സ്കിന്നിന് ആ ഒരു വ്യത്യാസം കണ്ടോ? കൊള്ളാട്ടോ, സംഭവം അടിപൊളിയാണ് പാക്ക്. ഞാൻ പേടിച്ചാണ് ഇട്ടത്, കാരണം ഫസ്റ്റ് ടൈമാണ് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചൊറിച്ചിലോ അതില്ലെങ്കിൽ എന്തെങ്കിലും റിയാക്ഷൻ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് പേടിച്ചല്ലേ ഞാൻ ഇട്ടത് കേട്ടോ. പക്ഷേ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല.
പിന്നെ ഇതാ റിസൾട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞാൻ ഈ കഴുത്തിൻ്റെ ഭാഗത്തോട്ടൊന്നും ഒട്ടും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതിൻ്റെ ആ ഒരു ഡിഫറൻസ് കണ്ടോ കണ്ടോ, നന്നായിട്ട് തന്നെ ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊരു ചൊറിച്ചിലുണ്ട് കേട്ടോ, അതിവിടെ ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് ചെറുതായിട്ടൊരു ചൊറിച്ചിലുണ്ട്. അതിപ്പോൾ ഏത് പാക്കാണെങ്കിലും നമുക്ക് ഇട്ട് കഴിയുമ്പോൾ കുറച്ച് ചെറിയൊരു ചൊറിച്ചിൽ തോന്നാറുണ്ട്, അത്രേ ഉള്ളൂ. മോയ്സ്ചറൈസർ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. തീർന്നത് സംഭവം കൊള്ളാട്ടോ. അത്യാവശ്യം ടാനൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് പെട്ടെന്ന് വന്നിട്ടുള്ള ടാനൊക്കെ ഉണ്ടാവില്ലേ, അപ്പം അതൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് കുറയാനായിട്ട് ഈ ഒരു പാക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഇതുവരെ ഈ ഒരു പാക്ക് ചെയ്യാത്തവരാണെങ്കിൽ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ, മസ്റ്റ് ട്രൈ ചെയ്ത് നോക്ക്. അത്യാവശ്യം ഒന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട്, ചെറിയൊരു ഗ്ലോയും വന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. നല്ല പാക്കാണ്. അപ്പം നിങ്ങൾ ഈ ഒരു പൊമഗ്രാനേറ്റിൻ്റെ പീൽ വെച്ചിട്ടുള്ള പാക്ക് ചെയ്യാത്തവരാണെങ്കിൽ മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു കണ്ടൻറ്റായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.